അസ്സലാമലൈക്കും മക്കളെ, സുഖനല്ല. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാനിന്ന് മുട്ടക്കറി പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനാണ്. മുട്ട അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാം. പിന്നെ മക്കളെ, എൻ്റെ ചാനൽ എല്ലാം നല്ല നല്ല യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം, എല്ലാം നിങ്ങൾ ചെയ്യണം. നല്ല മുട്ടക്കറി പത്തിലാക്കാതെ മക്കളെ. ഇതാ നമ്മളെ തേങ്ങ നല്ല തോത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജീരകം, മുളക് പൊടി എല്ലാം ഓരോന്നായിട്ട് ഇടാം. ഫസ്റ്റ് കുറച്ച് ജീരകം ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, കുറച്ച് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട്, ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട്, കുറച്ച് കരിയാമ്പും ഇട്ട്, എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വറുക്കണം. എന്നിട്ട് വേണം ജ്യൂസിൽ അരക്കാൻ. അതിൻ്റെ ഇടയിൽ റിഫാമൊക്കെ സോയാബീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്, ചോറിന് ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാൻ. നല്ല ചടപട പണി. ഇത്രേ മുട്ടക്കില്ലതെല്ലാം അരച്ച് വെച്ച് ഇപ്പൊ പത്തിരി ഇടാൻ വേണ്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാ പത്തിരി, ചൂടോടെ പത്തിലും മുട്ടക്കറിയും നമുക്ക് തിന്നാം. മുട്ടക്കറിയും പത്തിരി. മുട്ടക്കറിയും പത്തിലും ഇന്ന് തിന്നുമ്പോൾ നമുക്ക് കാണാം. മക്കളെ, പത്തിരി ചുട്ടിട്ടായി. ഇപ്പോൾ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് പത്തിരി ചുട്ടിട്ടായി, മുട്ടക്കറി വെക്കാം. വാഴ തക്കാളി മക്കളെ, പത്തിരി ചുട്ടിട്ടായി. പത്തിരി ഇട്ട് മുട്ടക്കറി വെച്ചിട്ട് മുട്ട ഇടുന്നുണ്ട്. മുട്ടച്ചാറ് റെഡി. റിട്ടാക്ക് കുടിക്കാൻ കൊണ്ടുപോകാൻ വെള്ളം ഇപ്പുറത്തെ ഭാഗം വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം റെഡി. മുട്ടക്കറി പത്തിലും റെഡിയായി. നല്ല മുട്ടച്ചാറും മുട്ട അത് വറുത്ത തേങ്ങ അരച്ച കൂട്ടാൻ. അതിന് മോളെ കൊണ്ടാക്കിയിട്ട് വരുന്നത് സ്കൂളിലേക്ക്. പത്തിലും മുട്ടക്കറിയെല്ലാം ആയി. സ്കൂളിൽ ബാങ്ക് കയറ്റിയിട്ടായിട്ട് വരുന്നത് കണ്ടു. കളച്ചിരി ഇരിക്കുന്നത്. വണ്ടി വരും. പൈസ കൊടുക്കണം. മക്കളെ, പത്തിലും മുട്ടക്കറിയും റെഡിയായി. റിഫാനെ സ്കൂളിൽ കൊണ്ടാക്കി വേഗം എത്തിയിട്ട് വന്ന് ചായ കുടിക്കുന്നു. എന്നെ അള്ള എത്തിച്ചെങ്കിൽ നാളെ കാണാൻ നമുക്ക്. അസ്സലാമലൈക്കും.